മരിച്ചുപോയ അമ്മയുടെ പെൻഷൻ തുക തട്ടിയെടുക്കുന്നതിനായി മകൻ അമ്മയായി വേഷം കെട്ടിയ വാർത്ത. പണത്തോടുള്ള ആർത്തി പലപ്പോഴും പല മനുഷ്യരെയും പല തലങ്ങളിലേക്ക് എത്തിക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തിനും മടിക്കാതെ ഏതറ്റം വരെയും പോകുന്നവർ. ക്രൈം സ്റ്റോറി ഇന്ന് പരിശോധിക്കുന്നതും ഇതേ വാർത്തയാണ്. ഇറ്റലിയിലെ ബോർഗോ വെർജിലിയോ എന്ന സ്ഥലത്താണ് വാർത്തകളിൽ ഇടം നേടിയ ഞെട്ടിക്കുന്ന ഈ കുറ്റകൃത്യം നടക്കുന്നത്. ഗ്രേസ്ല ഡാൽ ഒഗ്ലിയോ എന്ന 82-കാരി 2022 മരണപ്പെടുന്നു. എന്നാൽ ആ മരണവാർത്ത പുറം ലോകം അറിയുന്നത് 2025. അവിടെയാണ് ഗ്രേസ്ലയുടെ മകനിലെ കുറ്റവാളിയെ പൊതുസമൂഹം തിരിച്ചറിയുന്നത്. 2022 അവർ മരണപ്പെട്ടെങ്കിലും സ്വന്തം അമ്മയുടെ മരണവിവരം ആ മകൻ ആരെയും അറിയിച്ചില്ല. പകരം ചെയ്തതോ മൃതദേഹം ഒരു ഷീറ്റിൽ കെട്ടി ബാഗിലാക്കി പൊതിഞ്ഞ് വീട്ടിലെ അലമാരിയിൽ ഒളിപ്പിച്ചു വെച്ചു. മൃതദേഹം അഴുകാതിരിക്കാൻ മുൻപ് നഴ്സായിരുന്ന ആ മകൻ ചില രാസവസ്തുക്കൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് അമ്മയുടെ പെൻഷൻ തുക കൈപ്പറ്റുന്നതിനായി 56-കാരനായ മകൻ അമ്മയായി വേഷം ധരിക്കാൻ തുടങ്ങി. വിഗും മേക്കപ്പും സ്ത്രീയുടേതെന്ന് തോന്നിപ്പിക്കുന്ന വസ്ത്രങ്ങളും ധരിച്ചാണ് ആൾമാറാട്ടം നടത്തിയത്. അമ്മയെ പോലെ സംസാരിക്കാനും ഇയാൾ ശ്രമിച്ചു. ഈ തട്ടിപ്പിലൂടെ ഏകദേശം 3 വർഷക്കാലം ഇയാൾ അമ്മയുടെ പേരിൽ പെൻഷൻ തുകയും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റി. അമ്മയുടെ പെൻഷനും 3 വീടുകളും വാടകയും ഉൾപ്പെടെ ഏകദേശം 47 ലക്ഷം രൂപയാണ് ഇയാൾക്ക് വാർഷിക വരുമാനമായി ലഭിച്ചിരുന്നത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നല്ലേ? അങ്ങനെ ഒരു ദിവസം അമ്മയുടെ തിരിച്ചറിയൽ കാർഡ് പുതുക്കാൻ വേണ്ടി മകൻ സ്ത്രീ വേഷത്തിൽ മുനിസിപ്പൽ ഓഫീസിലെത്തി. ഓഫീസിലെ ജീവനക്കാരന് ഇയാളുടെ രൂപത്തിലും ഭാവത്തിലും എന്തൊക്കെയോ സംശയം തോന്നി. കൈകളിലെ ചർമ്മം 85 വയസ്സുകാരിയുടേതല്ലാതിരുന്നതും ഇടയ്ക്ക് പുരുഷ ശബ്ദം കേട്ടതുമാണ് സംശയത്തിന് കാരണമായത്. ജീവനക്കാരൻ ഉടൻ അധികൃതരെ വിവരമറിയിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ഈ വയോധിക എങ്ങനെ കാർ ഓടിച്ചു വരുമെന്ന സംശയമായി. ഒടുവിൽ പിടിവീണു. 3 വർഷത്തെ ആ നാടകം തകർന്ന് തരിപ്പണമായി. പിന്നീട് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. മൃതദേഹം ഒളിപ്പിച്ചു വെക്കൽ, സർക്കാരിനെ കബളിപ്പിച്ചുള്ള തട്ടിപ്പ്, ആൾമാറാട്ടം, പൊതുരേഖകൾ തിരുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അമ്മയുടെ മരണകാരണം കണ്ടെത്താൻ മൃതദേഹം പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണ് പോലീസ്. ഒറ്റപ്പെട്ട കുറ്റകൃത്യം എന്ന നിലയിൽ ഈ വാർത്ത ഇറ്റലിയിൽ ഏറെ ഞെട്ടലുണ്ടാക്കുകയും ചർച്ചാ വിഷയമാവുകയും ചെയ്തിരിക്കുകയാണ്.